എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള MBBS BDS കോഴ്സുകളിലേക്കുള്ള ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. MBBS BDS കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷനാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 26 രാത്രി 11:59 PM വരെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റായുള്ള ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ആ ഒരു 26 രാത്രി 11:59 വരെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ 26 രാത്രി 11:59 വരെ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ അടിസ്ഥാനമാക്കിയിട്ട് ഓഗസ്റ്റ് 27 താൽക്കാലിക അലോട്ട്മെൻറ്റും 29 ഫൈനൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 21 മുതൽ MBBS BDS കോഴ്സിലേക്കുള്ള ന്യൂ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും വെബ്സൈറ്റിൽ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ 26 രാത്രി 11:59 വരെ വേണ്ട ഓപ്ഷനുകൾ വിദ്യാർത്ഥികൾക്ക് നൽകാവുന്നതാണ്. 27 താൽക്കാലിക അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ 29 അന്തിമ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച് കോളേജിൽ പ്രവേശനം നേടാനുള്ള സമയം, അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതുമായിട്ടുള്ള തുക ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖേനയോ അത് ഓൺലൈനായിട്ട് അടച്ച ശേഷമാണ് കോളേജുകളിൽ ഹാജരായി പ്രവേശനം നേടേണ്ടത്. ഇത് 30 മുതൽ ഈ ഒരു സെപ്റ്റംബർ 5 വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കോളേജ് ജോയിനിങ് എന്ന് പറയുന്നത് ഈ ഒരു പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജ് അധികാരികൾ അംഗീകരിച്ച് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈൻ അഡ്മിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അതായത് OAMS മുഖേന സമർപ്പിക്കേണ്ട സമയം 5 അതായത് സെപ്റ്റംബർ 5 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു 30 മുതൽ 5 വൈകുന്നേരം 4 മണിക്കുള്ളിലാണ് അഡ്മിഷൻ നേടേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ഏകദേശം 23,000 സംതിങ് രൂപയാണ്, അതായത് ഏകദേശം ആ ഒരു റേഞ്ചിലാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏകദേശം ഈ ഒരു 7 ലക്ഷത്തി സംതിങ് രൂപയാണ് ഒരു വർഷത്തെ ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള സംവരണ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് വഴി 50%, അതുപോലെ തന്നെ ഈ ഒരു EWSന് 10%, അതുപോലെ SC/BC വിഭാഗത്തിന് 30% സീറ്റാണുള്ളത്. 30%ത്തിൽ എങ്ങനെയൊക്കെയാണ് ആ ഒരു റിസർവേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ SC/ST വിദ്യാർത്ഥികൾക്ക് 10%, അതിൽ SCക്ക് 8ഉം STക്ക് 2%മാണ് റിസർവേഷൻ ഉള്ളത്. ഇനി അതുപോലെ തന്നെ അഖിലേന്ത്യാ കോട്ട 15% സീറ്റുകളാണ് നിലവിൽ ഉള്ളത്. അതിനായിട്ട് MCC ഓൾറെഡി രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അത് ചെയ്യാതെ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സർക്കാർ കോളേജ് ആണ്, അതായത് MBBSനാണ് ലഭിക്കുന്നതെങ്കിൽ 23,150 രൂപയും, BDS കോഴ്സുകൾ ആണ് സർക്കാർ ദന്തൽ കോളേജുകളിലെ BDS കോഴ്സുകളാണ് എങ്കിൽ 20,840 രൂപയുമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. ഇനി സ്വാശ്രയ കോളേജുകളിലെ ഫീസ് ഘടന നോക്കാം. ഓരോ കോളേജിലും ഏകദേശം 7 ലക്ഷത്തി സംതിങ് രൂപയാണ് ഫീസ് വരുന്നത്. കോമൺലി 7,77,179 രൂപയാണ് അധിക കോളേജുകളിലേക്കും ഫീസ് ഇനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ NRI കോട്ട ആണെങ്കിൽ 20,86,400 രൂപയാണ് ഫീസ് ഇനത്തിൽ ഒരു വർഷം ഫീസ് വരുന്നത്. അതായത് ഈ ഒരു ആകെ സീറ്റിൻ്റെ 85%, അതായത് ഈ ഒരു 50% സീറ്റ്, അതായത് 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയാണ്. ബാക്കി വരുന്ന സീറ്റിലെ 85% ജനറൽ സീറ്റും NRI കോട്ടയ്ക്ക് 15% സീറ്റുമാണ് നിലവിൽ മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജനറൽ കോട്ടയിൽ കിട്ടുകയാണെങ്കിൽ ഏകദേശം 7,77,000 രൂപ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇനത്തിൽ വരുന്നതാണ്. ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ആ ഒരു കോളേജിൽ ഏകദേശം 7,34,852 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്, വിദ്യാർത്ഥികൾ കോർപ്പസ് ഫണ്ടിലേക്ക് തുക അടയ്ക്കേണ്ടത് ഇത് സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ വിധി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും അതിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു, അതായത് സ്വാശ്രയ കോളേജിലെ
50% അത് 15% സീറ്റുകളിലേക്ക് ജനനസ്ഥലം പരിഗണിക്കാതെയാണ് സംസ്ഥാന മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരായ എല്ലാ വിദ്യാർത്ഥികളുടെയും ഓപ്ഷനുകളെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുന്നതാണ് അതായത് മെഡിക്കൽ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ നീറ്റ് പരീക്ഷയിൽ ക്വാളിഫൈ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വാശ്രയ ദന്തൽ കോളേജ് ആണെങ്കിൽ 3,30,940 രൂപയാണ് ഫീസ്. NRI കോട്ടയാണെങ്കിൽ 6 ലക്ഷം രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ 5,000 രൂപ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടതും നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു കോഴ്സ് ഫീസ് ഇനത്തിൽ ഈ ഒരു 5,000 രൂപ മാറ്റുകയും അതിനുശേഷം ബാക്കി പൈസ മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് അതുപോലുള്ള മറ്റ് ഡീറ്റെയിൽസുകൾ പ്രത്യേകം ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിശ്ചിത ദിവസത്തിനകം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല, അതുപോലെ അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭ്യമാകുന്നത് ആയിരിക്കില്ല. അതുപോലെ തന്നെ വിവിധ കാരണങ്ങളാൽ വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ നൽകാവുന്നതാണ്. ഓഗസ്റ്റ് 24-ാം തീയതി വൈകുന്നേരം 3 മണിക്കുമ്പായിട്ട് ഫലം പ്രസിദ്ധപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാത്ത പക്ഷം അവരുടെ ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റിലായിട്ട് പരിഗണിക്കുന്നത് ആയിരിക്കില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത്, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു PDF-ൽ നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അതുപോലെ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളത് ഇതിൽ നൽകിയിട്ടുണ്ട്. ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ കോളേജുകളും ഈ ഒരു ഘട്ടത്തിൽ തന്നെ നൽകേണ്ടതാണ്. പിന്നീട് നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 26-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ